ഞാനെ പോലെ ആവണം നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചെങ്കിൽ പറ്റില്ല. ബിക്കോസ് there is a son of the greatest Srinivasan sir. എന്ത് തേങ്ങയാണ് പറയുന്നേ? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ ബാക്കിയുള്ളവരുടെ റിവ്യൂ കാണുമ്പോൾ ഞാൻ അത് ആസ്വദിക്കുകയും എന്റെ സിനിമ വരുന്ന സമയത്ത് ഞാൻ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ആ സിനിമയെ കുറിച്ചാകുമ്പോൾ അതിനെ പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഇന്റർവ്യൂവിന് ഇരുന്നിട്ടുണ്ട്. ഇത്രയും ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അത്രയും ജെന്റിലായിട്ടാണ് പുള്ളി സംസാരിച്ചത്. അതൊരു ജോലിയായിട്ട് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്ത് സിനിമയെ അത്രയും സീരിയസ് ആയി കാണുന്നത് കൊണ്ടുള്ള പ്രതിഷേധം കൂടി ഉണ്ട് പുള്ളിക്ക്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയും. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ വരെ വെറുതെ അത് ഇതൊന്നും പറയണ്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കും. ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട് എത്രയോ പേര്, എന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഞാൻ എന്ത് കുന്തും സിനിമയാന്ന് ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. സിനിമ ഇറങ്ങിയതിനു ശേഷം നമ്മൾ എനി ക്രിറ്റിസിസം അതിന് നമ്മൾ വെൽക്കം ചെയ്യാൻ പഠിക്കണം. നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുതല്ലേ. ജെന്യുവൻ സിനിമ ലവർ ആണെന്ന് എനിക്ക് തോന്നി. നല്ല സിനിമകളെ കുറിച്ച് നല്ലത് പറയാറില്ലേ? ഉണ്ട്. ഞാനൊന്ന് പറയട്ടെ സാർ പറയും. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീ മോളെ, ഇവൻ നല്ല ചെറുക്കനാ. മുക്കാലോളം പകുതി സിനിമകൾ എന്റെ സിനിമകളെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് എനിക്ക് അശ്വതിനോട് പേഴ്സണൽ ആയിട്ട് ഒരു പ്രശ്നം തോന്നേണ്ട യാതൊരു കാര്യവുമില്ല. നീ ഗാന്ധിജിയാടാ, താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. ഡിറ്റക്റ്റീവ് ജ്വല്ലൻ ഇറങ്ങിയ സമയത്ത്, വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സമയത്ത് അശ്വത് നല്ലത് പറഞ്ഞിട്ടുണ്ടല്ലോ. മോശ സിനിമ വരുമ്പോ അദ്ദേഹം പറയട്ടെ. താഴെ വന്നിട്ട് കമന്റ് ചെയ്ത് നീ പൈസ വാങ്ങിയിട്ടില്ലേ. എന്റെ അറിവിൽ അശ്വന്ത് ഒരു ചില്ലി കാശ് വാങ്ങാത്ത ഒരാൾ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുഫായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ അറിവിൽ എനിക്കറിയാവുന്ന, എനിക്ക് അശ്വന്തിനെ പറ്റി മാത്രമേ അറിയുള്ളൂ, ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്ക് അറിയില്ലാത്തോണ്ട് പറയുന്നു. അശ്വന്ത് ഒരു ചില്ലി കാശ് വാങ്ങാത്ത ഒരാളാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.